ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. വളരെ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ പാവയ്ക്ക ഫ്രൈ. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: പാവയ്ക്ക 3 എണ്ണം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. സവോള 1 എണ്ണം വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്. കറിവേപ്പില ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കുറച്ച് തേങ്ങാക്കൊത്ത്, തേങ്ങ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക, വറ്റൽമുളക് 3 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ പാവയ്ക്ക നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാവയ്ക്കയിലോട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. അതിനായിട്ട് കൈകൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമുക്കിതിനെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്കയിൽ നിന്നും പകുതിയാണ് ആദ്യമേ ഫ്രൈ ചെയ്യുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടാം, പിന്നെ മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പാവയ്ക്ക ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് മൊരിയിച്ചെടുക്കാതെ എന്നാൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രൈ ആക്കുക. ഇനി നമുക്ക് പാവയ്ക്ക ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കഴിയുന്നതും ഇതുണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. പാവയ്ക്ക മുഴുവനും വറുത്ത് കോരിയതിന് ശേഷം ആ ഓയിലിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരണം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. സവാള ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സവാള മുഴുവനും മാറ്റിയതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വീണ്ടും പാനിലൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം പാവയ്ക്ക ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമിയിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പൊടി ഈ ഓയിലിലുണ്ടാവും. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെയും ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്രൈ ആക്കാം. ഇത് രണ്ടും ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കരിഞ്ഞു പോകാതെ വിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റിനുള്ളിൽ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയി വരും. ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെയും ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടാണ്, അതുപോലെ തന്നെ സ്റ്റൗ നല്ല ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള പൊടികൾ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ സ്റ്റൗ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നത്. സ്റ്റൗവിന് ചൂടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലോ ഹീറ്റിലിട്ടിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇതിനെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പൊടികൾ കരിഞ്ഞു പോരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും സവോളയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഫ്രൈഡ് ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കാം. ഈ സമയത്ത് ലോ ഹീറ്റിലിട്ടിട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി പാവയ്ക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാത്ത നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. വൈറ്റ് റൈസിനൊപ്പം കഞ്ഞിക്കൊപ്പം ഒക്കെ പറ്റിയ വളരെ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഈ സിമ്പിളായിട്ടുള്ള പാവയ്ക്ക ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക്